നല്ല ടേസ്റ്റുള്ളൊരു മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഞാനിതിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അതേപോലെ മീനിനെ വറുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ദം ചെയ്തിട്ടാണ് ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒന്നും ഉണ്ടാക്കുന്ന അത്രയും ടൈം പോലും വേണ്ട ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ആദ്യം മീനിനെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വറുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആദ്യം മീനിനെ മസാല തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ ചെമ്പല്ലിയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ചെറുനാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് നെയ്മീനോ അല്ലെങ്കിൽ വറ്റ അല്ലെങ്കിൽ ആവോലി അങ്ങനെയൊക്കെയുള്ള മീനൊക്കെ കഷ്ണം മീനൊക്കെ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്പല്ലിയാണ്. ഇനി നന്നായിട്ടൊന്ന് മസാല തേച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആദ്യം ചോറിനെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും 3/4 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ വെറും നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് അരി വെച്ചിട്ടാണ് ഞാനിവിടെ ചോറ് റെഡിയാക്കുന്നത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഡബിള് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കഴുകി എടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്തത്. കുതിർത്ത് എടുത്തിട്ടില്ല. കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നത് കഴുകി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ചോറ് റെഡിയായി കിട്ടും. ഇനി മീനിനെ വറുത്തെടുക്കാനായിട്ട് സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മീനിനെ വെച്ച് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് മീൻ ഈ ചീനച്ചട്ടിയുടെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ മീൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കാനായിട്ട്. ചെമ്പല്ലിയൊക്കെ വെച്ചിട്ടുണ്ടാക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചെമ്പല്ലി ആവോലിയൊക്കെ നല്ല തന്നെയാണ്. എല്ലാ മീനും നല്ല തന്നെയാണ്. എങ്കിലും കൂടി ഈ മീൻ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ്. തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങണ്ട് മീൻ വറുത്തിട്ട് ഒത്തിരി അങ്ങണ്ട് ക്രിസ്പിയാക്കി കളയരുത്. ഒരു സോഫ്റ്റ് വേണം മീനിന്. ഇനി ഇതിനെ വറുത്തെടുക്കാം. ഇനി അടുത്ത മീനും കൂടി വെച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ എണ്ണയിൽ തന്നെയാണ് ഞാനിവിടെ ഉള്ളി വഴറ്റുന്നത്. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കാണ് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഞാനിവിടെ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് നൈസാക്കിയിട്ട് വേണം ഇതിനെ അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി അതിനൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ മീൻ എടുക്കുന്നതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഉള്ളിയുടെ അളവും കൂട്ടി കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കഷ്ണമാണ്. അതുകൊണ്ട് തന്നെ 4 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ളതാണ്. ഇതൊന്ന് വഴറ്റിയെടുത്താൽ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിനും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിൽ മുളക് പൊടി വളരെ കുറവാണ് ഇടുന്നത്. അതുകൊണ്ടാണ് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഒക്കെ വളരെ കുറവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ടേസ്റ്റ് വരും. മീൻ ബിരിയാണിയുടെ അത്രയും അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലെല്ലാ പൊടികളും ഞാൻ വളരെ കുറവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
പകരം ഞാൻ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു 5 ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. അതേപോലെ മീൻ വറുത്തെടുത്തപ്പോൾ അതിലും കുറച്ച് കുരുമുളക് പൊടിയും എരിവുള്ള മുളകും പൊടിയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലും എരിവുണ്ട്. അപ്പോൾ ആ എരിവ് തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒത്തിരി പൊടികൾ ഇട്ട് കൊടുക്കാതിരിക്കാൻ നല്ലത്. എപ്പോഴും മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പൊടികളൊക്കെ വളരെ കുറച്ചിട്ട് കൊടുക്കണം, എങ്കിലേ മീൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മീനെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. മീനെല്ലാം വെക്കുമ്പോൾ എപ്പോഴും പൊടിയാത്ത വിധത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതേപോലെ ഈ ഉള്ളിയുടെ ഗ്രേവി എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ആക്കുമ്പോൾ തന്നെ മീൻ കുത്തി ഇളക്കി പൊടിയാത്ത പരുവത്തിന് പതുക്കെ പതുക്കെ എല്ലാ സൈഡിൽ നിന്നും ഗ്രേവി എല്ലാം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ സൈഡിൽ നിന്നും ഉള്ളിയുടെ ഗ്രേവി എല്ലാം എടുത്തിട്ട് മീനിൻ്റെ മുകളിലോട്ട് വെച്ച് പൊത്തി എല്ലാം ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. ഒരു 6 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് വരുമ്പോഴത്തേന് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് മീൻ നല്ല സെറ്റായിട്ട് വരും. ഈ ചോറിനൊന്ന് തുറന്ന് നോക്കാം. ഒരു 7 മിനിറ്റ് ആയിപ്പോൾ. കുറച്ചും കൂടി വെള്ളമുണ്ട് ഇതിൻ്റെ അടിയിൽ. ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് വെക്കേണ്ടി വരും. ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു സാലഡ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ കട്ട എല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കുക്കുംബർ ഇട്ട് കൊടുക്കാം. മല്ലിയില, കറിവേപ്പില, പുതിനയില ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അരിഞ്ഞിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സാലഡാണിത്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ബിരിയാണിയുടെ കൂടെയും അതേപോലെ സാധാ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മീൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഉള്ളി വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാ ബിരിയാണിയിലും ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോഴേ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ലെയറായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ 2 ലെയറായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് നെയ്യിൻ്റെ കുറവൊക്കെ ഈ സമയത്തുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും പുതിനയിലയും അതേപോലെ ഉള്ളി വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെക്കണം. അപ്പോഴത്തേന് നല്ല സെറ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. മസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.